വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്നത്തെ റെസിപ്പി ടേസ്റ്റിംഗ് ആണ് ആദ്യത്തെ സീൻ. മീനച്ചാറും ചാള അച്ചാറ്, ചെറിയ ചാളയുടെ സീസണാണ് ഇപ്പോൾ, ആൻഡ് പ്രോൺ അച്ചാറും, അതാണ് റെസിപ്പി. ആൻഡ് ലഞ്ച്, ഞങ്ങളുടെ ലഞ്ച് ഈ രണ്ട് ടൈപ്പ്. ഇപ്പം നോയമ്പിൻ്റെ സീസൺ ആയതുകൊണ്ട് സീ ഫുഡ് നോയമ്പ് എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ സീ ഫുഡ് നോയമ്പില്ല. അത് കാരണം അച്ചാർ ഇത്തിരി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെച്ചാൽ മീനച്ചാറും അതെ, പ്രോൺ അച്ചാറും അതെ. മീനച്ചാറ് നമ്മുടെ ലഞ്ചിൻ്റെ കൂടെ ബെസ്റ്റാണ്, ആൻഡ് പ്രോൺ അച്ചാറ് ദോശയുടെ കൂടെയൊക്കെ ബെസ്റ്റാണ്. ചാള അച്ചാറ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. എനിക്ക് തോന്നുന്നു അത് എങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ, റെസിപ്പിയുടെ അളവിൽ വ്യത്യാസം വന്നാലും ടേസ്റ്റ് ഉണ്ടാവും. ബിക്കോസ് ചാള അത്രയും നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ആൻഡ് ഇപ്പോൾ ഈ ചെറിയ ചാളയുടെ സീസണുമാണ്. ഇതിപ്പോൾ ഈ ചെറിയ ചാള കിട്ടിയില്ലെങ്കിൽ ഇച്ചിരി കൂടി സൈസുള്ള ചാള കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചിൻ്റെ ഡിഷസ് ഞാനൊന്ന് കാണിക്കട്ടെ. ഇത് വാഴപ്പിണ്ടിയില്ലേ, അത് ബീട്രൂട്ട് നമ്മുടെ പച്ചടി പോലെ വെച്ചു. ഇത് കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കടുകൊക്കെ അരച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു ഇതില്ലേ. പിന്നെ ഇത് അമരപ്പയർ, ആ വീതിയുള്ള പയർ, ഇത് എൻ്റെ ഫേവറേറ്റാണ്. ആൻഡ് ക്യാരറ്റ് തോരൻ. പച്ചക്കറി മാത്രം മതി, ഈ മീനച്ചാറുണ്ടെങ്കിൽ പച്ചക്കറി മാത്രം മതി. സാധാരണ വൈറ്റ് റൈസാണ്, ബട്ട് മീനച്ചാറിൻ്റെ കൂടെയൊക്കെ എനിക്ക് ഈ സുലേഖ റൈസാണ് ഇഷ്ടം. പക്ഷേ ഒട്ടും വേവാൻ പാടില്ല. അങ്ങനെയാണ് പകുതിയും ഞാൻ കൺട്രോൾ ചെയ്യണം. ഇവിടെ എല്ലാവർക്കും വെന്ത ചോറ് ഇഷ്ടം, അത് കാരണം വെന്ത ചോറ വെക്കാറുള്ളൂ. പക്ഷേ ഈ വേവാത്ത ചോറാകുമ്പോൾ ഞാൻ കൂടുതൽ ചോറ് കഴിക്കും. ക്യാരറ്റ് അച്ചാറ്. ആൻഡ് ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇത് ഈ പിണ്ടി കൊണ്ട്, ഈ വാഴപ്പിണ്ടി ഫൈബർ റിച്ചാണ്. ഇതൊന്നും വേറെ ഒരു കറിയും വേണ്ട. ഈ ചാളച്ചാറ് ഈ ട്യൂണയിലായാലും നമ്മുടെ ചൂരമീനില്ലേ, ചൂരമീനിലും ആയാലും ഉണ്ടാക്കാം. സെയിം പോലെ തന്നെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പിണ്ടി ഇങ്ങനെ പച്ചടി പോലെ വെക്കണം, ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയുള്ള സാധനം, പക്ഷെ ഇങ്ങനെ നമ്മൾ കഴിക്കും. ഒരു ദിവസം കഴിയുമ്പോൾ ഈ മീനച്ചാറൊക്കെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഉണ്ടാക്കിയാൽ നിനക്കണം. അതാണ് ഇന്ന് വീഡിയോ എടുത്തത് കഴിക്കുന്നത്. പ്രോണച്ചാറ് ഇവിടെ ജോർജിയൊക്കെ ദോശയുടെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. ദോശയല്ല, പുട്ട്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഉണ്ടാക്കി വെച്ചാൽ ഇവിടെ കറി പോലെ എടുത്തുകൊണ്ടിരിക്കും. അതാണ്. ഇതിൽ കായമൊന്നും ചേർത്തിട്ടില്ല. റെസിപ്പി ഞാൻ ക്ലിയർ ആയിട്ടിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ നോക്കി നോക്ക്. പ്രോപ്പർ അച്ചാറിൻ്റെ പോലെയല്ല, ഞാനെൻ്റെ പോക്ക് വിന്താലു ചെയ്യണ പോലെ ചെയ്തേക്കണേ. പീസ് എടുക്കട്ടെ. ഇതെല്ലാം ഇങ്ങനത്തെ രണ്ട് സാധനങ്ങളുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ആക്ച്വലി ലഞ്ചിന്. ഓൺലി തിങ് നനഞ്ഞ സ്പൂണിട്ട് എടുക്കരുത്. ഇത് കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കണം. രണ്ടച്ചാറ്. പ്രോണച്ചാറ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബോത്ത് രണ്ടും, മീനച്ചാറും അതെ, പ്രോണച്ചാറും അതെ. ഇത് ശരിക്കും ഒരു കറി കഴിക്കണ പോലെയാണ്. ശരിക്കും വിന്താലു ഒക്കെ കഴിക്കണ പോലെ തന്നെ, പ്രോൺ വിന്താലു കഴിക്കണ പോലെ. ഞാൻ 3 കിലോ റെസിപ്പി ഇപ്പോൾ വരുന്നുണ്ട്. അത് കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നനഞ്ഞ സ്പൂൺ ഇടാതിരിക്കുക. പിന്നെ ബാക്കി നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളത് തിരിച്ചിങ്ങോട്ട് ഇടാതിരിക്കുക. ആൻഡ് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഒരു 3 മാസത്തോളമൊക്കെ ഇരുന്നോളും. 2 അച്ചാറും അങ്ങനെ ഇരിക്കുന്നതോറും നല്ല ടേസ്റ്റുമാണ്. അപ്പം 2 ടൈപ്പ് അച്ചാറെന്ന് ചെയ്യുന്നുണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെ ചെമ്മീനും ചാളച്ചാറും. അപ്പോൾ അത് ഇത്രയും ചെറിയ ചാള വെച്ചാണ് അച്ചാറിടാൻ നല്ലത്. ഇനിയിപ്പോൾ വലിയ ചാളയാണെങ്കിൽ പീസായിട്ട് ചെറുതായിട്ടും കട്ട് ചെയ്തിട്ട് വേണം ഇതാക്കാനായിട്ട്. ഇപ്പോൾ ഈ ചെറിയ ചാളയുടെ സീസണാണ്. ഇത് വെച്ചിട്ട് ആണ് അച്ചാറിടാൻ പോണത്. ഇന്നിവിടെ വീട്ടിൽ മൊത്തം മണമായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അധികം ഗസ്റ്റൊന്നും ഇല്ലാത്ത ദിവസം വേണം ഇത് ചെയ്യാനായിട്ട്. മെയിനായിട്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ കല്ലുപ്പ് ഇട്ടിട്ട് വേണം നന്നായിട്ട് തിരുമ്മി വാഷ് ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഉളുമ്പ് മണമൊന്നും പോവില്ല. നന്നായിട്ട് തിരുമ്മിയിട്ട് ഇങ്ങനെ വാഷ് ചെയ്യാം. എന്നിട്ട് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ചില ആൾക്കാർ ഈ വിനാഗിരിയും കൂടി ഇട്ട് കഴുകും. പക്ഷേ അങ്ങനെ കഴുകി കഴിഞ്ഞാൽ കളറ് മാറും, ഈ മീറ്റിൻ്റെ കളർ മാറും. അപ്പോൾ വിനാഗിരി ഇടരുത്, കല്ലുപ്പ് മാത്രം ഇട്ട് കഴിയാൽ മതി. ഞാനൊരു 3 കിലോ ചാളയുടെ കണക്കാണ് പറയാൻ പോണേ. അതിലേക്ക് 3 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ 1 കിലോ ആണെങ്കിൽ 1 ടീസ്പൂൺ, അതുപോലെ കണക്കെടുത്താൽ മതി. 3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ പെപ്പർ, ഫ്രഷായിട്ട് പൊടിച്ച പെപ്പർ, കുരുമുളക്, ആൻഡ് വിനാഗിരി 3 ടീസ്പൂൺ.
നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് വേണം കേട്ടോ എപ്പോഴും ഇതെല്ലാം ആഡ് ചെയ്യാനായിട്ട്. ചാളയിലെ വെള്ളം ഫുള്ള് കളഞ്ഞിട്ട് വേണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 1 hour ഇരിക്കട്ടെ. അച്ചാറിന് ചിലവർ നല്ലെണ്ണയും യൂസ് ചെയ്യും, സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യും. ഞാനിതിന് സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത്. നല്ലെണ്ണയാണെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഈ മീൻ നന്നായിട്ട് വറുത്തെടുക്കുക. അതാണ് മെയിൻ തിങ്. നന്നായിട്ട് ക്രിസ്പി ആണോ പോലെ വറുത്തില്ലെങ്കിൽ ഈ അച്ചാറായിട്ട് തോന്നില്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ശരിക്കും ഓവറായിട്ട് മൊരിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ പൊടികൾ കൂടുതലിട്ടാൽ കരിഞ്ഞു പോയ പോലെ ആവും. അപ്പോൾ അങ്ങനെ ആവരുത്. ഇതുപോലെ ലൈറ്റായിട്ട് മാരിനേറ്റ് ചെയ്താൽ മതി. കുറച്ച് സമയം എടുക്കും കേട്ടോ, കാരണം ഇത് നല്ലോണം ഫ്രൈ ആവണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഈ ഫ്രൈ ചെയ്യുന്ന സെയിം സമയത്ത് തന്നെ വിനാഗിരിയും വെള്ളവും ഉപ്പും നല്ലെണ്ണയും കൂടി തിളപ്പിച്ചിട്ട് വെക്കണം. ഇതിപ്പോൾ 3 കിലോ ആയതുകൊണ്ട് 3 കപ്പ് വെള്ളം, അല്ലെങ്കിൽ ഗ്രേവി ഉണ്ടാവില്ല. 1.5 കപ്പ് വിനാഗിരി, 1.5 കപ്പ് ഉപ്പ്, 1/4 കപ്പ്. നല്ലെണ്ണ ഇതിൻ്റെ കൂടെ ഇട്ട് തിളപ്പിക്കണം. അപ്പോഴാണ് അച്ചാർ കേടാവാതിരിക്കുകയുള്ളൂ. 2 ടീസ്പൂൺ നല്ലെണ്ണ. ഇനി നന്നായി തിളച്ചിട്ട് ചൂടാറട്ടെ. ഒട്ടും ആയിട്ടില്ല, നല്ല ബ്രൗൺ ആവണ വരെ മുരിയണം, ക്രിസ്പി ആവണ വരെ. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കാം. അത് ഫ്രൈ ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോഴേക്കും നമ്മൾ ഈ അച്ചാർ ഇട്ട് വെക്കണ കുപ്പി എപ്പോഴും ഭയങ്കര നീറ്റായിരിക്കണം, വെള്ളം ഉണ്ടാവരുത്. അത് കാരണം ഞാൻ എപ്പോഴും തുടച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെക്കും. വെള്ളം ഉണ്ടെങ്കിലാണ് ഈ അച്ചാർ പെട്ടെന്ന് കേടാവുന്നത്. നന്നായിട്ട് ഉണങ്ങിയ കുപ്പി എടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് എടുത്താൽ മതി. നല്ല മുരിയണം, ഇതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ്. ഇത്ര ആയാൽ മതി. ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് ആയാൽ കരിഞ്ഞ ചൊവയായി പോകും. ഇത് കറക്റ്റാണ്. എന്നിട്ട് കോരി മാറ്റി അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യാം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്കൊന്ന് ഇങ്ങനെ വറുത്തിട്ട് ഉള്ളിയും മുളകും നമ്മുടെ ചതച്ച മുളകൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ചതച്ചിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ ചെറിയ ചാള കിട്ടണം. ഇനിയിപ്പോൾ ഇച്ചിരി വലുതാണെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് വലുതാണെങ്കിൽ നല്ലതായിരിക്കില്ല. ഇതിൻ്റെ ഉള്ളിൽ ഒട്ടും ഉണ്ടാവരുത്. എല്ലാം ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് കാരണം എല്ലാം നല്ല നീറ്റായിട്ട് മാറ്റിയിട്ട് വേണം അടുത്ത ബാച്ച് ഇടാനായിട്ട്. ഇപ്പോൾ ലാസ്റ്റ് ബാച്ച് വരെ ആയി. ഇനി എണ്ണ നല്ല ക്ലിയർ ആയിട്ടുള്ള എണ്ണ വേണം ബാക്കിയുള്ള പ്രിപ്പറേഷന് യൂസ് ചെയ്യാനായിട്ട്. ഒന്നില്ലെങ്കിൽ അരിച്ചൊഴിക്കുക വേറൊരു പാത്രത്തിൽ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് മാറ്റുക ഈ അരപ്പെല്ലാം, അല്ലെങ്കിൽ കരിഞ്ഞ പോലെ ഇരിക്കും, കളറും മാറും. ഞാൻ ഈ എണ്ണയൊന്നും അരിക്കുന്നുണ്ട്, ബിക്കോസ് ഞങ്ങൾക്ക് ഇവിടെ തരിതരിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇഷ്ടമല്ല. അത് കാരണം ഇനി ഈ എണ്ണയിലോട്ട് തന്നെ കുറച്ചും കൂടി ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കടുക് 1.5 ടീസ്പൂൺ. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഉലുവ 1.5 ടീസ്പൂൺ. തീ കുറച്ച് വെക്കാൻ മറക്കരുതേ. ഇനിയെല്ലാം തീ കുറച്ചിട്ടുള്ള പണികളാണ്. ഇഞ്ചി 1 കപ്പ് നീളത്തിലരിഞ്ഞത്, ഇതുപോലെ ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞത് 1 കപ്പ്. ആൻഡ് പച്ചമുളകും 1 കപ്പ് തന്നെ നീളത്തിലരിഞ്ഞത്. ഇനി ലോ ഫ്ലെയിമിൽ കിടന്ന് ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് സോട്ടേ ആവട്ടെ. ഇനി ഈ ഗ്രേവിയിൽ ഉപ്പിടുന്നേക്കാളും മുമ്പ് ജസ്റ്റ് ഈ മീനിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അത് ഇമ്പോർട്ടൻ്റാണ്. കാരണം ഉപ്പ് കുറവാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഈ മീനിൽ ഉപ്പ് കറക്റ്റാണ്. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി. ഉപ്പ് കുറവാണെങ്കിൽ ഗ്രേവിയിൽ കൂടുതലിടാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് 1/2 കപ്പ് കാശ്മീരി മുളക് പൊടി, 1/4 കപ്പ് സ്പൈസി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി. ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റി പെരിഞ്ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ. ആൻഡ് ഉലുവയും 1 ടീസ്പൂൺ. ഓവറായിട്ട് ഈ പൊടികൾ മൊരിഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉലുവ 1 ടീസ്പൂൺ, ഉലുവ പൊടി, കായം 2 ടീസ്പൂൺ. ഇനി വറുത്ത് വെച്ച് ചാള ആഡ് ചെയ്യാം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ പൊടികൾ കരിഞ്ഞു വരുത്. ചാള വറുത്തത് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചൂടാറിയ വെള്ളം വെച്ചില്ലേ, വിനാഗിരിയും വെള്ളവും നല്ലെണ്ണയും കൂടി തിളപ്പിച്ചത്, ഉപ്പും കൂടി തിളപ്പിച്ചത്, അത് ആഡ് ചെയ്യണം. ഇതിൽ ഉപ്പ് ആഡ് ചെയ്തേക്കണ കാരണം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ആഡ് ചെയ്താൽ മതി. നന്നായിട്ട് ഇതാവട്ടെ, നന്നായിട്ട് തിളക്കട്ടെ എല്ലാം കൂടി. വേപ്പിലയും കൂടി ഇനി ആഡ് ചെയ്യാനുള്ളൂ. ഇതിപ്പോൾ ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്. മെയിനായിട്ട് 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ മീൻ വറുക്കുമ്പോൾ നന്നായിട്ട് ഫ്രൈ ആവണം. ആൻഡ് ഫ്രൈ ആയ മീൻ ഈ നമ്മളിപ്പോൾ പിറ്റേ ദിവസത്തേക്കൊക്കെ മാറ്റി വെക്കരുത്. അന്ന് തന്നെ വേണം അച്ചാർ ഇടാനായിട്ട്. ഫ്രൈ ആയ മീൻ അന്ന് തന്നെ വേണം ഈ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഭയങ്കര ഈ കുഴഞ്ഞു പോയ പോലെ ഇരിക്കും അച്ചാർ അല്ലേ. ഇനി വേപ്പില നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. എന്നിട്ടും നന്നായിട്ട് തിളക്കട്ടെ. ഇനി ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇത് പെർഫെക്റ്റാണ്. ഈ 3 കിലോനാണെങ്കിൽ ഈ ഒരു കണക്ക് തന്നെ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഇനി ഒന്ന് എണ്ണ തെളിയണം. തീ കുറച്ച് കിടക്കട്ടെ. കുറച്ചൊന്ന് എണ്ണ തെളിയുമ്പോൾ അച്ചാർ റെഡി.
ഇനി അഥവാ നിങ്ങൾക്ക് എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ ഇതുപോലെ തന്നെ പൊടികൾ ജസ്റ്റ് സോട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക ആൻഡ് വീണ്ടും തിളപ്പിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ മീനച്ചാറ് സെറ്റായിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോണച്ചാർ. പ്രോണച്ചാറിന് മുമ്പ് ജോജിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ദോശയും മീനച്ചാറാണ് ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ കോമ്പിനേഷൻ. ഗീ റോസ്റ്റ്. ശരിക്കും പ്രോണച്ചാറാണ് ആൾക്ക് വേണ്ടേ, പക്ഷെ അതായിട്ടില്ല, അതിപ്പോൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ബുൾസൈ ദോശ വിത്ത് മീനച്ചാർ. ജോജി നേരിയ ദോശയാണോ വേണ്ടേ, തിന്നാണോ വേണ്ടേ? തിന്നാണെങ്കിൽ ഇതേ ദോശ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇങ്ങനെ മാറ്റിയാൽ മതി. തിൻ ദോശയാണ് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് ആ പ്രോണച്ചാറും കൂടി കഴിക്കായിരുന്നില്ലേ? ഗീ വേണം, നല്ലെണ്ണ വേണം, ബട്ടർ വേണം? ഓക്കെ, കുറച്ചുകൂടി ഇടാം. എത്ര ദോശ വേണം ജോജി? ഇവിടെ ഇത്തിരി ഇട്ടേ. ഇത് എന്ത് കഷ്ടമാണിത്. ഗീയൊക്കെ നല്ലതാണ് ബോഡിക്ക്. എത്ര എണ്ണം വേണമെന്ന് പറ. എങ്ങനത്തെ ബുൾസയ വേണ്ടേ ജോജി? ജോജി ബുൾസൈ ആകണമെന്ന് അമ്മ ചോദിച്ചത്. ഒട്ടും ആവണ്ടേ? ഓക്കെ. അയ്യോ, ആഹാ, ശരിയായിട്ടാ, പൊളി പൊളി. അത് തന്നെ ഞാൻ ചോദിച്ചത്. വേഗം വേഗം പറയണ ആൻസറൊക്കെ. ഒരു പ്രോണച്ചാർ ഉണ്ടാക്കാൻ നിന്നിട്ട് എടുക്കട്ടെ. മടക്കി ഇടണം, അല്ലെങ്കിൽ ജോജിക്ക് ഇങ്ങനെ തന്നെ മതിയാ? അതെ, നീ ബാംഗ്ലൂർ പോയിക്കോട്ടാ. അധികം നാൾ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. അല്ല, യെസ്. വാ വാ, ഒരെണ്ണം കൂടി ഇടട്ടെ. അച്ചാർ ഇടട്ടെ? മീനച്ചാറ് വേണ്ടേ ജോജി? മീനച്ചാറ് സൈഡിലിടണ്ടേ? കുറച്ച് മതിയാ? എങ്ങനെയുണ്ട്? ഇനി ചെമ്മീൻ അച്ചാർ ഞാൻ എൻ്റെ പോക്ക് വിന്താലു ചെയ്യുന്ന രീതിയിൽ ചെയ്യണേ. പ്രോപ്പർ ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പി ആണോന്ന് അറിയില്ല, പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യണേ. ചെമ്മീൻ ഞാൻ 2 കിലോ എടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി ഗ്രേവി ഉള്ള ടൈപ്പ് അച്ചാറാട്ടാ. ചാള അച്ചാറിനേക്കാളും കുറച്ചും കൂടി ഗ്രേവി ഉണ്ട്. നമ്മുടെ പോക്ക് വിന്താലുവിൻ്റെയൊക്കെ പോലത്തെ ഗ്രേവി. ഇപ്പം 2 കിലോ ചെമ്മീനിലോട്ട് 1.5 ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ പെപ്പർ, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആൻഡ് വിനാഗിരി 1 ടീസ്പൂൺ. ഇത്രയിട്ട് മാരിനേറ്റ് ചെയ്ത് 1 അവർ വെക്കാം. ഈ ചാളച്ചാറും ചെമ്മീനച്ചാറും സെയിം ഡേ ആണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഈ എണ്ണ ഈ ചാളച്ചാറ് ഉണ്ടാക്കിയ ബാക്കിയുള്ള എണ്ണ ഉണ്ടല്ലോ, അതൊരിക്കലും പ്രോൺസിന് യൂസ് ചെയ്തത്. ബിക്കോസ് ചാളയുടെ മണം നമുക്ക് ഒരു തരത്തിലും മാറ്റി നിർത്താൻ പറ്റില്ല. അത് കാരണം പ്രോൺസും ചാള വറുത്ത പോലെ തന്നെ നല്ല ഫ്രൈ ചെയ്യണം. ഇതും ഈ പൊടികൾ ആഡ് ചെയ്ത് കൂടിപ്പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നന്നായിട്ട് ഫ്രൈ ആവട്ടെ. ചിലവർക്ക് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ഫ്രൈഡ് ആയിട്ട് ഇരിക്കണ ഇഷ്ടമല്ല. ഇവിടെ എല്ലാവർക്കും ഫ്രൈ ആയിട്ടിരിക്കണം ഇഷ്ടം. ഈ പ്രോൺസ് സോഫ്റ്റ് ആയിട്ടിരുന്നാലും ഫ്രൈഡ് ആയിട്ടിരുന്നാലും ടേസ്റ്റ് സെയിമാ. ഓൺലി തിങ് അച്ചാറിന് ഫ്രൈഡ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ പോക്ക് വിന്താലൂനൊക്കെ ചെയ്യണ പോലെ തന്നെ പ്രോൺസ് ഫ്രൈ ആകുമ്പത്തേനും ജീരകം, കടുക്, ഉലുവ ഇത്രയും വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ചെറിയ ജീരകം 2 ടീസ്പൂൺ, കടുക് 2 ടീസ്പൂൺ. കടുക് ഇത്തിരി കൂടുതലിടാട്ടെ, ഇവിടെ കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. 3 ടീസ്പൂൺ ആൻഡ് ഉലുവ 1.5 ടീസ്പൂൺ. ഉലുവ കൂടിക്കഴിഞ്ഞാൽ കയ്പാവും, അത് കാരണം. ഇനി വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് കിടക്കട്ടെ, എന്നിട്ട് അരയ്ക്കണം. ഇതുണ്ടോ, ചെമ്മീൻ ഇതിനേക്കാളും കൂടുതൽ ഫ്രൈഡ് ആവണം, എന്നാലേ നല്ല ബലമായിട്ട് ഇരിക്കുള്ളൂ. ഇതുണ്ടോ, ഇപ്പോഴും സോഫ്റ്റാണ്. അപ്പോൾ തീ ഉറഞ്ഞ് നന്നായിട്ട് കിടക്കട്ടെ, കുറേ കൂടെ ഫ്രൈ ആവട്ടെ. ഇപ്പോൾ ഇതായിട്ടുണ്ട്, ഇനി മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചെമ്മീനും ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കണമായിരിക്കും നല്ല കേട്ടോ. ഞാനിതിപ്പോൾ ഉരുളി എടുത്തേക്കണേ. ബട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ഇങ്ങനെ പിടിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ മസാലയൊക്കെ ഇതിൽ പിടിച്ചിരിക്കും. പ്രോൺസ് ഇപ്പോൾ ഒരുമാതിരി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഈ കടുകും ജീരകവും ഉലുവയും കൂടി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചില്ലേ, അതൊന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. വിനാഗിരിയും കൂടി ഇട്ടിട്ട്, ആവശ്യത്തിനുള്ള വിനാഗിരി ഇട്ടിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഈ വറുത്ത ചെമ്മീനെല്ലാം മാറ്റി വെച്ചിട്ട് നേരത്തെ നമ്മൾ മീനച്ചാറ് ചെയ്ത പോലെ തന്നെ അരിച്ചെടുക്കുക. ഈ ഓയിൽ അരിച്ചെടുക്കുക. കടുക് 1 ടീസ്പൂൺ, കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉലുവ 1/2 ടീസ്പൂൺ, പിന്നെ അരിഞ്ഞ് വെച്ച് ഇഞ്ചി 1/4 കപ്പ്, 1/4 കപ്പ് ആൻഡ് 1/4 കപ്പ് പച്ചമുളക് നീളത്തിലരിഞ്ഞ് തന്നെ, എല്ലാം നീളത്തിലരിയണം. ആൻഡ് വെളുത്തുള്ളിയും 1/4 കപ്പ് നീളത്തിലരിഞ്ഞ്. ഇതിപ്പോൾ ഞാൻ പാത്രം മാറ്റിയിട്ടില്ല, അതാണ് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പിടിച്ചേക്കണ പോലെ കേട്ടോ. എപ്പോഴും നേരത്തെ നമ്മൾ മീനച്ചാറിന് ചെയ്ത പോലെ തന്നെ മാറ്റി അരിച്ചൊഴിച്ച് വേറെ പാത്രത്തിൽ ചെയ്യണം നല്ല. ഇനി നമ്മൾ അരച്ച് വെച്ച് കടുക്, ജീരകം, ഉലുവ അത് ആഡ് ചെയ്യുക. ആൻഡ് ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഒരുപാട് ഭയങ്കര മൊരിയേണ്ട ആവശ്യമില്ല, അച്ചാറായതുകൊണ്ട്. മൊരിഞ്ഞ് കഴിഞ്ഞാൽ കടുകിൻ്റെ ടേസ്റ്റൊക്കെ പോകും. അപ്പോൾ അത്രയും മൊരിയണ്ട. ഇത് ഇത്ര ആയാൽ മതി. ജസ്റ്റ് ആ റോ മണമൊന്ന് പോയാൽ മതി, പച്ച മണമൊന്ന് പോയാൽ മതി. ഇനി കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, സ്പൈസി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. എഗെയിൻ ഇതുപോലെ തന്നെ മുളക് പൊടിയും ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞു പോരുത്. മൊരിഞ്ഞ ടേസ്റ്റ് അല്ല അച്ചാറിനൊക്കെ എപ്പോഴും ഓവറായിട്ട് മൊരിഞ്ഞ ടേസ്റ്റിനേക്കാളും നല്ലത് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറിലിരിക്കണം. ഇനി ആ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ആഡ് ചെയ്യാം.
ഇത് 2 കിലോ ചെമ്മീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ക്ലീൻ ചെയ്യാതെ 2 കിലോ. വിനാഗിരി 1/2 കപ്പ്, വെള്ളം 1.5 കപ്പ്, ഉപ്പ് 1.5 ടീസ്പൂൺ, നല്ലെണ്ണ. ഇത് നന്നായി തിളച്ചിട്ട് ചൂടാറിയിട്ട് നമ്മുടെ ആ പ്രോൺസിലോട്ട് ആഡ് ചെയ്യണം. നല്ലെണ്ണ 1.5 ടീസ്പൂൺ. ചൂടാറി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ പ്രോൺസിലോട്ട് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് തിളക്കട്ടെ. പ്രോണച്ചാറും റെഡി. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്യാം. കറക്റ്റാണ്. ഇതിന് നല്ലൊരു മസ്റ്റേർഡിൻ്റെ ടേസ്റ്റും കൂടി ഉണ്ട്. മീനച്ചാറിൻ്റെയൊന്നും ഇത് വ്യത്യാസമാണ്. കുറേ കൂടെ മസ്റ്റേർഡിൻ്റെ ടേസ്റ്റൊക്കെ വന്നിട്ട് വേറൊരു ടേസ്റ്റാണ്. ഇച്ചിരി കൂടി ഗ്രേവിയും ഉണ്ട്. അതാണ് ഇതിൽ വ്യത്യാസം വന്നേക്കണേ. വേപ്പില ഇത് കണ്ടോ, കുറച്ചൊരു തിക്ക് ഗ്രേവി പോലെയുണ്ട്. ഈ മസ്റ്റേർഡൊക്കെ നമ്മൾ അരച്ചിട്ട് തരണം. മസ്റ്റേർഡും ജീരകവും ഒക്കെ അരച്ചിട്ട് തരണം. പ്രോണച്ചാറ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ജോർജി മിൻഡലിലെ പ്രോണച്ചാറ് റെഡി. ഇനി നന്നായിട്ട് ചൂടാറട്ടെ. രണ്ട് അച്ചാറും ചൂടാറണം. ഇനി രണ്ട് അച്ചാറും നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമ്മുടെ കുപ്പിയിലേക്ക് ആക്കാനായിട്ട്. ഇതൊരു 2 months ഒക്കെ, 2 അല്ല കേട്ടോ, 2-3 months ഒക്കെ ഈസി ആയിട്ട് കേടാവാതിരുന്നോളൂ. നനഞ്ഞ സ്പൂണൊന്നും ഇട്ട് അച്ചാർ എടുക്കാതിരുന്നാൽ മതി. ചൂടാറട്ടെ. ഇത് കണ്ട, രണ്ടും ടോട്ടലി ഡിഫറെൻറ്റ് ലുക്കാണ്. ചാളച്ചാറും ചെമ്മീനച്ചാറും. ഇത് കുറച്ചുകൂടി ഗ്രേവി ഉണ്ട്, മസ്റ്റേർഡിൻ്റെ ടേസ്റ്റും. ആൻഡ് ചാളച്ചാറ് കുറേ കൂടെ വേറെ ടേസ്റ്റ്, അത്രയും ഗ്രേവി ഇല്ല. ഇനി നല്ല നീറ്റായിട്ടുള്ള കുപ്പിയിലോട്ട് ആക്കി വെക്കാം. ഒരു ദിവസം കഴിയുമ്പോഴൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമ്മുടെ ചാള അച്ചാറ്, അതുപോലെ തന്നെ പ്രോൺ പിക്കിളും. ഈ 2 അച്ചാറുണ്ടെങ്കിലും വേറെ അധികം കറികളൊന്നും വേണ്ട. സോറി.